എവിടെ നിക്കുന്നത്? മുള്ളി എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ സാന്റി ജീലോട്ട് അടുത്ത്. നീ എവിടെ നിക്കുന്നത്? കൂട്ടാരുണ്ട്, ഒരു സ്ഥലത്ത് പെട്ടിരിക്കുവാ മുള്ളി. കൂടാരുണ്ട്? ജോക്കിയും ലെക്സും. LX2. അയ്യേ പെണ്ണാന്ന് വിചാരിച്ചല്ലേ? സത്യം മുള്ളി. അല്ലല്ല, ആണാ. അന്നു അറിഞ്ഞായിരുന്നോ നമ്മൾ അന്നത്തെ ബോഡി കേസ്? ഇല്ല, അറിയിച്ചിട്ടില്ല. ആൾക്ക് വിഷമം ഇപ്പൊ അറിയിക്കണം മുള്ളി. മുള്ളി ഒരു കാര്യം ചെയ്യും, ഒരാൾ പിന്നെ സ്ഥലത്തോട്ട് വരാമോ? ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. അല്ല മുള്ളി എവിടെയെങ്കിലും എനിക്കൊരു ലൊക്കേഷൻ, ഞാൻ അങ്ങോട്ട് വരാം. എളുപ്പം അല്ലല്ല, ലൊക്കേഷൻ അയച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. ആണോ? അല്ല ഞാൻ പറയാം മുള്ളി, അതിന് ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാ. മുള്ളി ഒരു ലൊക്കേഷനിൽ നിന്നോ, ഞാൻ പറഞ്ഞോളൂ, എനിക്ക് നോ പ്രോബ്ലം. കുറച്ച് അടുത്ത ലൊക്കേഷൻ ആയിരുന്ന നല്ലതാ. വണ്ടി ഉണ്ടോ അടുത്ത്? പിന്നെ നല്ല സ്പീഡിൽ പോകുന്നില്ല വണ്ടി ഉണ്ടല്ലോ. എടാ വരാം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എടാ ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഒരു ചെറിയ പണിയില്ല, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ബാബു ലൊക്കേഷൻ ടൈപ്പ് അയച്ചുതരാം. ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് വരാം, ഞാൻ അതിലെടുത്തോട്ട് വരാം. ബാബു പിന്നെ മൈക്കാട് ബാബുവാ, നമ്മളെ ബാബു തപ്പൂതിരി. ജോക്കിക്ക് ജോക്കിയുടെ അടുത്ത് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ സംസാരമൊക്കെ പണ്ടേ നിർത്തിയതാ. അതെന്താ ജോക്കി അങ്ങനെ? പണ്ടൊക്കെ ഓർമ്മയുണ്ടോ നമ്മള് രാത്രി മറ്റേ രാത്രി വരെ ശ്രദ്ധിക്കാതിരിക്കുന്ന? പിന്നെ അതൊക്കെ ഒരു കാലം ജോക്കി, വെളുപ്പിനെ വരെ ഇരുന്നിട്ട്. ഇന്ന് രാത്രി മറ്റേ വണ്ടി പിടിപ്പിണ്ടേ. പിന്നെ ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്യും, ഇന്നൊരു നമുക്ക് ലോങ് ആക്കാം. ഇന്നത്തെ RP കഴിയുന്നു, ഞാൻ നേരെ വരുന്നു, മറ്റേ PC ഓൺ ആക്കുന്നു, യൂട്യൂബിൽ ലൈവ് ഇടുന്നു, നമുക്ക് രാവിലെ വരെ വണ്ടി ഓടിക്കാം. ഞാൻ വരാം. GTയുടെ 5 വിക്കറ്റ് പോയെന്നോ? 5 വിക്കറ്റോ? എത്ര ദിവസം ഉണ്ടാവുന്നു ഇവിടെ? പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലടാ. 51-5 ആദ്യമേ പറഞ്ഞതാണ്. നല്ല പ്രഷർ ഉണ്ടാകും. വണ്ടി എടുത്തോണ്ട് സിറ്റിക്കകത്ത് വന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിമല. അപ്പൊ മുകളിൽ വരാം എന്നാണ് ഫൈനൽസ്. നമ്മൾ രാവിലെ മുതൽ പിടിമലയുടെ മുകളിൽ ഓടി കളിക്കും. പറയുന്നത് കിട്ടവനെ സൂര്യനാരായണ. അല്ല, സിറ്റിയില് കൂടുതലുണ്ട്. കൂടുതൽ വരുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചേ. അറിഞ്ഞൂടാ, ഇതില് കൂടുതലൊക്കെ ഉണ്ട്. അപ്പൊ ഭാഗ്യം 49 കഴിഞ്ഞത്. സത്യം കൂടുതലുണ്ടല്ലോ സിറ്റിയിൽ കൂടുതലുണ്ട്. കൂടുതൽ വരുന്ന കാര്യം ഞാൻ ചോദിച്ചേ. പോസിറ്റീവല്ലേ എങ്ങനെ ഇന്നാണോ IPL ഫൈനല്? അല്ല, ഇന്ന് ക്വാളിഫയേഴ്സ് ഫസ്റ്റ്. RCB ക്വാളിഫൈ ഫൈനലായി. ഇനിയിപ്പോ സെക്കൻഡ് ക്വാളിഫയർ പഞ്ചാബ് പോയ ആരുമായിട്ട് ഫൈനൽ? ഇന്ന് ഫസ്റ്റ് ക്വാളിഫയർ ജോക്കി. RCB മാത്രമേ ജയിച്ചതെന്ന് ക്വാളിഫൈ ആവുള്ളൂ. RCB വീണ്ടും കപ്പ് വെക്കും തോന്നുന്നുണ്ടോ? ഞാൻ സംസാരിക്കാറില്ല ജോക്കിയെ പറഞ്ഞ പോലെ. അതൊക്കെ RCB ഫാൻസിന് ഓരോ മാസ് വീഡിയോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫാൻസിനെ തള്ളക്കി വിളിക്കും. അല്ല, അടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ RCB ഫാൻസിനെ തള്ളക്കി വിളിക്കും. എന്തിനും അതിനെ പറ്റി സംസാരിക്കണം? ഒഴിവാക്കണമല്ലേ നല്ലത്. അയ്യോ, ഞാൻ അടിക്കണ്ടേ? ഇതാരാ? ബാബു ഇവിടെ ഓരോരുത്തരും ഫാൻസ് ആണെന്ന് തോന്നുന്നു മുള്ളി. ഞാൻ വരുന്ന അങ്ങോട്ട്. ആണല്ലേ? ഞാൻ എന്നെ വിളിച്ചേ
ശരി ബാജി അങ്ങോട്ട് വരാൻ കേട്ടോ. ബാബുവിന് നമ്പർ സേവ് ചെയ്യട്ടെ. ഹലോ ഹലോ ബോബ്സർ വെട്രിക്കഴകം വിവികെ. സങ്കട വാർത്ത അറിയിക്കണ്ടോടാ. എന്താ എന്ത് പറ്റിയാ? എവിടെ നേരിട്ട് മെസ്സേജ് എസ്പമ്പ് സിറ്റിയിൽ ഇറങ്ങിയപ്പോ തൊട്ട് ഫുള്ള് ഇവിടെ മൊത്തം ബിവികെയുടെ അണികളാണല്ലോ. എനിക്ക് ഞാനത് വരാൻ അവിടെ വന്നിട്ട് ഞാൻ റിവീൽ ചെയ്യാം ട്രൂത്ത്. നമ്മുടെ പമ്പിലുണ്ട് വാ. എല്ലാവരുടെ നമ്പർ സേവ് ചെയ്യട്ടെ. ബോബു 10. Add to contact. ബാബു ബംഗാളി. അവൻ അങ്ങനൊരു അത് വിളിക്കുമ്പോൾ അവന് ഇഷ്ടമല്ല. ഇവനൊക്കെ എൻ്റെയൊക്കെ പേര് എന്തൊക്കെയായിരിക്കും സേവ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേഷപ്പട്ടി. എടാ നിന്നെ ഈ റീത്തും കൊണ്ടാണ് ജനിച്ചത്? നീ ജനിച്ചു വീണപ്പോഴേ റീത്തിലാണ് വന്നത്? അല്ല വെൽക്കം. വേഷപ്പട്ടി സേവ് ചെയ്ത അങ്ങനെ എന്താ സേവ് ചെയ്യാൻ വെയിറ്റ്. എഡിറ്റ് വേഷപ്പട്ടി. ജോക്കി കേക്കാവോ? ജോഗിയെ ബാബുവിനൊന്ന് കാണണം, ഒന്ന് കണ്ട് സംസാരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ബാബു എന്തോന്ന് വരുന്നു കേട്ടോ. ആ സൗണ്ട് കേട്ടല്ലോ അറിയാതെ ബാബു ആണെന്ന്. അവോയ്ഡിങ് ആണല്ലോ. ഇതാര്? ഭാര്യ എന്റെ അവോയ്ഡ് ചെയ്യേ. ബാബുവിന് ഇത് ബാബു അല്ല. നിന്നെ ഞാൻ ഈ ഡ്രസ് മാറിയിട്ടെ എല്ലാരും ബോബെ ബോബെന്ന് വിളിക്കുന്നേ. എന്താ പറ്റി? പഠിച്ചിരിക്കണം എന്ന് മെസ്സേജ്. അണ്ണാ മറന്നു എന്നെ. ഞാൻ തല്ലുള്ളി. ഹലോ എന്നാ എടാ ഒരു മിനിറ്റ് ഇവരെ ഒന്ന് വിളിച്ചോട്ടെ. എവിടെ ഫുഡ് ഉണ്ടോ? ഹലോ കേട്ടില്ല. നിന്നെ മറക്കാൻ നീ എന്റെ ഭാര്യ ഡെയിലി നിന്നെ വിളിച്ചു നിന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിയിക്കാൻ. ഞാൻ സിറ്റിയിലുണ്ട്. ചില്ലാടുണ്ടോ? ചില്ലാടുവാ അവിടെ പോയിട്ട് ബോബേ പറ. അതെ ഹലോ ഹലോ അണ്ണ കേക്കാവോ? കോള് വെക്കണ കണ്ണാപ്പി. ഓ ഞാൻ വെക്കണോ? ആ പറടാ ബോബ് വെട്രിക്കഴകം. അണ്ണാ ഫോണ് ബാബു മരിച്ചു ഇപ്പൊ ആരോടും പറയണ്ട. പുള്ളിക്ക് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് പള്ളി കുറച്ച് അണ്ണൊക്കെ ശവത്തിനോട് സംസാരിക്കണ്ട്. എന്താ ബാബു ജോക്കി കത്തിപ്പോയേ. മള്ളി കത്തിപ്പോയിട്ടോ, കറക്റ്റ് ടൈമിൽ കത്തിപ്പോയിട്ടാ. ഹലോ 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 ആരാ? ആ അതെ. പോലീസ് സ്റ്റേഷന്റെ അവിടെ എന്ത് ആരായിരുന്നത്? തോമാച്ചൻ. തോമാച്ചനാ?
ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വരണം. ആ കാര്യം എന്താ? ഞാനൊരു കേസിന്റെ ഭാഗമായി അന്വേഷിക്കാനാണ്. ഓ PD എന്നല്ലേ വിളിക്കുന്നേ? രാജാ PD ഓഫീസറുടെ പേരെന്ന് പറഞ്ഞേ? തോമാച്ചൻ. തോമാച്ചൻ. ഇല്ല, വീട്ടിലോട്ട് വരാൻ സൗകര്യമില്ല. വന്ന് അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്യും. നമ്മൾ പണ്ടേ ലീഗല്ലടാ. പാർട്ടിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കേട്ടുമായിരിക്കും. ഹലോ, വാസം ഒരു പ്രാങ്കല്ല വാസം. എന്താ കേട്ടില്ല? ഒരു പ്രാങ്കല്ല വാസം. നിന്റെ ഈ സൗണ്ടും വെച്ചിട്ട് നീ PD ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കൂടാ? PD ഒരു കൊച്ചു പയ്യൻ PD എന്ന് വിളിച്ചിട്ട് PD ഓഫീസറാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? ഒരാളെ പ്രാങ്ക് ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഗൗരവത്തിൽ സംസാരിച്ചു. നീ കുറച്ചും കൂടെ ഗൗരവത്തിൽ സംസാരിച്ച വേണ്ട അത് പറഞ്ഞ ചിലപ്പോ വിഷമത്തിലേക്ക്. അന്നപ്പോ ഇവിടെ ഉണ്ട്. എടാ ഞാൻ ഒരു പരിപാടിയിൽ നിൽക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അന്നെ മറന്നു പോയില്ലേ? അപ്പൊ നിന്നെ മറന്നു പോകാൻ നിന്നെ എങ്ങനെ എനിക്ക് പരിചയമില്ലല്ലോ. ആ പരിചയമുണ്ട്, നമ്മൾക്ക് പരിചയപ്പെട്ടിരുന്നു. ഓ എടാ ഞാൻ ഒരു ഗ്യാങ്ങിന്റെ പരിപാടിക്കകത്താണ്, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. കീർത്തി അലക്സിനെ ജയ് വിദ്യാർത്ഥി, എന്താണ് വിശേഷം? സുഖമല്ലേ? ആള് സുഖമായിട്ടിരിക്കുന്നു. മള്ളി അണ്ണാ ഫ്ലോട്ട് പോലെ അനങ്ങായിരിക്കുള്ളൂ മരിച്ച്. എടാ പുള്ളി സംസാരിക്കാൻ കേൾക്കുന്നില്ല അവർക്ക്? ഇല്ല ബോബ 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 കഴിച്ചോന്നല്ലേ ചോദിച്ചത്, കുടിച്ചോന്നാ? അത് രണ്ടുകൂടെ ഇപ്പൊ വരും, ജോക്കിപ്പോ വരും. ഓക്കെ ഓക്കെ. എടാ ബോബ, എന്തായാലും നിന്റെ വെട്ടിത്തെളിച്ച് പാർട്ടിക്ക് നല്ലൊരു അനുഗ്രഹം വാങ്ങിച്ചു പിള്ളേരിന്ന്. ഇല്ല ഞാനേ നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ ഞാനാണാ നമ്മള് രണ്ടല്ല, നമ്മള് 3 പേര് കേൾക്കുന്നുണ്ട് ഇത്. 3 പേര് പറയാനുള്ളത് പറഞ്ഞാ മതി. കാരണം പൊടിയാണെന്ന് ഇവന് എവിടുന്നോ ക്ലൂ. എടാ നമ്മുടെ 3 പേരുടെ മുമ്പ് വെച്ച് പറയാക്കി പറഞ്ഞാ മതി നീ ഇത്. മൂന്ന് പേര് സാക്ഷ്യത്തിൽ ഞാൻ നമ്മുടെ BVK ഇപ്രാവശ്യം മത്സരിപ്പിക്കുന്നില്ലെന്നാ. അതെന്താടാ? ഇൻഫർമേഷൻ കിട്ടി. എങ്ങനെ തോന്നിയടാ ഇത്തവണ നിനക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞാൻ പിന്നലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പേരെന്ത് വേണം? സത്യം മുതുക്ക് പമ്പ് കഴിയുമ്പോ ഇപ്പൊ അടക്കാനുള്ള പരിപാടികൾ ചെയ്യണം. താന്റെ ശവത്തിലേക്ക് ഇരിപ്പുണ്ട്. ഇല്ല, ഇടയ്ക്ക് കാറ്റിടിക്കുന്നുണ്ട്, തലാരം വന്നിട്ടുണ്ട് പെട്ടമള്ളി. അതുകൊണ്ട് ചെറിയ റിയലിസ്റ്റിക് ഫീൽ ഉണ്ട്. എടാ നീ തോക്കൂന്ന് പറഞ്ഞാണോ പിന്മാറിയത്? അല്ലാണ് അത് ചെറിയ ഹേറ്റ് ആയി. അണ്ണോ വെളിയിൽ പോകാൻ വിളിച്ച് എല്ലാരും വരുന്ന ഏത് നായാടാ ഈ നോക്കിയാണോ ഒന്ന് നമ്മളെ പിത്തർജി വന്നതറിയാവോ? ഇതാ ജോക്കി ഡ്രസ് മാറി. മുൻപ് നേരത്തെ ഡ്രസ് ഓൾറെഡി മാറി ജോക്കി. ഇപ്പൊ ഇതാണ് ജോക്കിയുടെ ഡ്രസ്. പാർട്ടി പ്രവർത്തനല്ലേ? ഇങ്ങനെയല്ലേ പാർട്ടിക്കാരല്ലേ പിത്തർജി? അണ്ണു കേൾക്കുന്നില്ലേ പിത്തർജി പറയുന്നത്? കേട്ടൂടെ? ഹലോ ഹലോ അണ്ണു, പുള്ളിക്ക് നമ്മള് പറയണതേ കേൾക്കണില്ല. ജോക്കി വിളിക്കണായിട്ടില്ലേ പുള്ളി ഇത്ര നേരമായിട്ട്? ഇവൻ വിളിക്കുന്ന എനിക്ക് കേൾക്കുന്നില്ല. ഇത് ഇറങ്ങിക്കേറി അതെ ഇത് നമ്മള് വീണ്ടും ഹോപ്പ് കൊടുക്കുമല്ലേ ആൾക്കാർക്ക്? എടാ ഞങ്ങളെ എസ്പമ്പ് ഗംഗ്രാഡി കയറാൻ പറ്റില്ലേ? എന്താ കേട്ടില്ല? വാ എസ്പമ്പിലോട്ട്. ഓ നമുക്ക് വരാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല, അതാണ് പറ്റിയത്. പക്ഷെ വന്നപ്പം എടാ 83 കണക്ട് ചെയ്യോടാ. ബാലിനൊന്നും കേറാൻ പറ്റില്ല. 83 കണക്ട് ചെയ്യോ? ഞാൻ കുറച്ച് ബിസി തിരക്കിലായി പോയി, അതുകൊണ്ടാണ് ബാലിന്റെ സ്ലോട്ട് ഇടാൻ പറ്റാഞ്ഞത്. എന്ത് ചെയ്യാൻ കൊണ്ടാടാ